എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശ. ഇന്ന് രാമായണ കഥയിലെ കഥാസാരം ഉമാമഹേശ്വര സംവാദമാണ്. കൈലാസ പർവ്വതത്തിൽ കോടി സൂര്യപ്രഭയോടുകൂടി വിമലമായ ആലയത്തിൽ രത്നപീഠത്തിൽ ധ്യാനനിഷ്ഠനായി ഇരിക്കുന്ന മുനിമാർ, സിദ്ധന്മാർ, ദേവന്മാർ എന്നിവരാൽ സേവിക്കപ്പെടുന്ന നീലലോഹിതനും ഫാലലോചനനും വിശേഷരനുമായ സ്വകാന്തനോട് ഇടതു തുടയിൽ വാഴുന്ന സുന്ദരിയായ ഹിമവൽ പുത്രി ഭക്തിയോടെ വണങ്ങി ഇപ്രകാരം ചോദിച്ചു: സർവ്വലോകങ്ങളുടെയും ഇരിപ്പിടവും ആത്മാവും ശാന്തികാരനും സംഹർത്താവും ശരണാഗത വത്സലനും ദേവേശനും ലോകനായകനും കാരുണ്യമൂർത്തിയുമായ അല്ലയോ നാഥ, എത്ര രഹസ്യമായ വസ്തുവാണെങ്കിലും ഭക്തിയും ശുശ്രൂഷയും വിശ്വാസവുമുള്ള ഭക്തന്മാർക്ക് മഹാനുഭാവന്മാർ പറഞ്ഞു കൊടുക്കുമെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് അറിയാനുള്ള ആർത്തിയോടെ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, എന്നോട് കരുണയുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമ തത്വം ഉപദേശിച്ചു തന്നാൽ വിജ്ഞാനം, ജ്ഞാനം, വൈരാഗ്യം എന്നീ തത്വങ്ങൾ, ഭക്തിലക്ഷണം, സാഖ്യം, യോഗം, ക്ഷേത്രം, ഉപവാസം, യാഗാദി കർമ്മം, തീർത്ഥസ്നാനം, ദാന, ധർമാദി എന്നിവയുടെ ഫലപ്രാപ്തി, വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ എന്നിവ ഒന്നൊഴിയാതെ അങ്ങ് ഉപദേശിച്ചത് കേട്ട് എൻ്റെ മനം കുളിരണിഞ്ഞിരിക്കുന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേട്ട് എൻ്റെ മനസ്സിലെ അജ്ഞത മാറിയിരിക്കുന്നു. ഇനി ശ്രീരാമദേവന്റെ മഹാത്മ്യം കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതിന് എനിക്ക് അർഹതയുണ്ടെങ്കിൽ കനിഞ്ഞരുളിയാൽ അങ്ങല്ലാതെ മറ്റാരും അത് ചൊല്ലാൻ അർഹനായിട്ടില്ല. നിത്യനായ പരമേശ്വരനോട് പർവ്വതപുത്രി സർവശക്തിയായ ഭഗവതി ഇപ്രകാരം ചോദിച്ചത് കേട്ട് സന്തോഷത്തോടെ ദേവൻ പുഞ്ചിരി തൂക്കി ഇപ്രകാരം പറഞ്ഞു: ഭദ്രേ, ഗിരിസുതേ, ദേവിയോളം ഭഗവതി ഭക്തി വേറെ ആർക്കുമില്ല. ശ്രീരാമ തത്വം കേൾക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടായത് തന്നെ മഹാഭാഗ്യം. ഇതിനു മുമ്പ് എന്നോട് ഇതാരും ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞതുമില്ല. അത്യന്തം രഹസ്യമായ ഈ പരമാത്മ തത്വം അറിയാൻ ആഗ്രഹമുണ്ടായത് മനസ്സിൽ പുരുഷോത്തമനെ കുറിച്ച് ഭക്തി വർദ്ധിച്ചത് കൊണ്ട് തന്നെ. ശ്രീരാമ പാദപത്മത്തെ വണങ്ങി ഞാൻ ചുരുക്കി സാരമായ തത്വം ഉപദേശിക്കും. കേട്ടാൽ പരമാത്മാവായ ശ്രീരാമൻ പരമാനന്ദമൂർത്തിയാണ്. പ്രകൃതിക്ക് പുരുഷനാണ്, അനാദിയും അനന്തവുമാണ്, ഏകമായ കാരണമാണ്. ലോകത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാര സ്വരൂപമായി ബ്രഹ്മവിഷ്ണു മഹേശ്വര രൂപമാണ്. ഏകനും അനാദിയും അജനും അവ്യയനും ആത്മരാമനും സച്ചിന്മയനും സകലത്തിലും കുടികൊള്ളുന്നവനുമായ ആ തത്വത്തെ മനുഷ്യനെന്ന് ധരിച്ചിരുന്നവർ അറിവില്ലാത്തവരാണ്. മായയായ ഇരുട്ടുകൊണ്ട് അവരുടെ മനസ്സ് മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ധരിക്കുന്നത്. മോക്ഷദായകമായ സീതാരാമ ഹനുമൻ സംവാദം ഞാൻ പറഞ്ഞു തരാം, നീ ശ്രദ്ധിച്ചു കേട്ടാൽ. പണ്ട് ലോകനായകനായ പരമാനന്ദമൂർത്തി ചെന്താമരക്കണ്ണൻ രാമൻ ദേവശത്രുവായ രാവണനെ കൊന്നു സീതയോടും അനുജനായ ലക്ഷ്മണനോടും ഹനുമാനോടും വാനരപ്പടയോടും കൂടി അയോധ്യയിലേക്ക് രാജ്യാഭിഷേകം ചെയ്തു. സത്താമാത്രനായി മിത്രപുത്രാദികളായ ബന്ധുക്കളോടും കൂടി ഉത്തമന്മാരായ സഹോദരന്മാരോടും കൈകസ്യസുതനായ വിഭീഷണനോടും ബ്രഹ്മസുതനായ വസിഷ്ഠനോടും കൂടി കോടി സൂര്യന്മാർക്ക് സമാനമായ തേജസ്സോടെ ലോകം നിറഞ്ഞു നിൽക്കുന്ന സ്വചരിതവും കേട്ട് ആനന്ദിച്ച് രത്നങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന സ്വർണ സിംഹാസനത്തിൽ മായാദേവിയായ ജാനകിയോടുകൂടി സസന്തോഷം വാഴുന്ന കാലത്ത് തൻ്റെ മുമ്പിൽ ഭക്തിപൂർവ്വം വണങ്ങി നിൽക്കുന്ന വായുപുത്രനായ ഹനുമാനെ കണ്ട് മന്ദഹാസപൂർവ്വം സീതയോട് പറഞ്ഞു: ഹേ സുന്ദരി, നീ ഹനുമാനെ കണ്ടില്ലേ? എന്നോടും നിന്നോടും ഇവന് എപ്പോഴും തുല്യമായ ഭക്തിയുണ്ട്. പരമാത്മജ്ഞാനത്തിലല്ലാതെ ഇവന് മറ്റൊന്നിലും താല്പര്യവുമില്ല. നിർമ്മലമായ ജ്ഞാനത്തിന് ഇവൻ അർഹനാണ്. നിത്യബ്രഹ്മചാരിയും നിർമ്മലനുമാണ്. കളങ്കലേശം ഇവനിലില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ മനോരഥത്തെ
നാം മാനിക്കണം. ബ്രഹ്മജ്ഞാനത്തെ നേടാൻ ശ്രമിക്കുന്നവരിൽ മുമ്പനായി ബ്രഹ്മോപദേശത്തിന് പാത്രമായ ഇവൻ നമ്മുടെ തത്വം നീ അറിയിച്ചാൽ. ശ്രീരാമൻ്റെ ഈ വാക്കുകൾ കേട്ട് സീത ശ്രീരാമൻ്റെയും സീതയുടെയും പരമാത്മ തത്വങ്ങൾ ഹനുമാനോട് ഉപദേശിക്കുന്നു. അങ്ങനെ സീത ഭക്ത ഹനുമാനോട് രാമതത്വോപദേശം ഉപദേശിക്കാൻ തുടങ്ങി. ജയ് ശ്രീ